കാലം കറത്തിരിക്കും. അത് പഴയ കാലം. കഞ്ഞിക്കലം പഴയതാ, പാല് കാച്ചിയത് പുതിയത്. നമ്മളയച്ചോ ഉപ്മാവല്ല കഴിയും. ഉപ്മാവായിരുന്നു അവിടെ. ആണോ? അമ്മയും കഴിച്ചില്ല, കഴിക്കാൻ പറഞ്ഞിട്ട് കഴിച്ചില്ല, ചായ കുടിച്ചു പോകും. ഇനി ഇവിടെ നെറ്റ് അടിക്കണം, എന്നാലേ അല്ലാതെ ഇത് ക്ലീൻ ചെയ്യുന്ന സെറ്റിംഗ് ഒന്നും ഇല്ല. ഒന്നര ഇവിടെ അങ്ങനെ ചുമ്മാ എടുക്കാൻ മതി. ഇവിടെ അത് 5 സ്റ്റാർ ആയി. 10 വർഷത്തിന് മോട്ടറിന് വാറന്റി. മോട്ടർ അടിച്ചു പോകണം 5 വർഷം. അത് വേർപ്പോളുണ്ട്. നല്ലതാണ്. ഞാൻ കഴിച്ചാ ലൈറ്റ് അങ്ങ് നിർത്തിയാലും എന്തോന്. കുഞ്ഞോ കുഞ്ഞോ, ഓ ഒരു ഗമ, ഭയങ്കര ഗമയാ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തോ സുന്ദരി പൂവന് ഷുഗർ വാഴ തന്നതാ ഒരു വാഴ. 2-3 വിത്ത് കൊടുക്കും. ആരെ? സുനിയെ താഴത്തെ. വിളഞ്ഞായിരുന്നു. നല്ലപോലെ വിളഞ്ഞ് കറുത്ത് വാഴ. അവനെ കൊണ്ട് വെട്ടിച്ച്. രണ്ട് കളറാണ്. ഇറങ്ങാം, പോവാ. പോവാം, വാ. ഞാൻ കണ്ടു. ഓണത്തിന് കൊറേ സാധനം കിട്ടി. ബനാന ചിപ്സ് കിട്ടി, ചായ കിട്ടി, മുട്ടായി കിട്ടി. ഇവിടെ ഇതിനെ സുന്ദരി പൂവൻ എന്ന് പറയും. ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന പഴം. അമ്മ നട്ടു വളർത്തിയതാണ്. എൻ്റെ പങ്ക് എനിക്ക് തന്നു വിട്ടത്. അത് പഴുത്തില്ല, പഴുക്കണം. പിന്നെ ഇന്നായിരുന്നു മാമിയുടെ ഒക്കെ അടുക്കളയിൽ ഇന്ന് അടുപ്പിൽ തീ കത്തിക്കുന്ന ദിവസമായിരുന്നു. വീട് വെച്ച സമയത്ത് പാലുകാച്ചിലൊക്കെ കഴിഞ്ഞതാണ്. പക്ഷെ അടുപ്പില്ലായിരുന്നത് കൊണ്ട് ഇത്തവണ അടുപ്പൊക്കെ കൂട്ടിയപ്പോൾ ഒരടുപ്പേ വെച്ചിട്ടുള്ളേ. വെളിയിലോട്ടൊരടുപ്പും പിന്നെ ഒരു കുഞ്ഞടുക്കളയും, ഗ്യാസൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടുക്കളയും, പിന്നെ ഒരു ഡൈനിങ് റൂം, അങ്ങനെയാണ് ഇപ്പോൾ പണിഞ്ഞത്. അപ്പോൾ ഇന്നും പാല് കാച്ചി രാവിലെ. അപ്പം ഞാൻ ഇന്നലെ വന്നപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. പക്ഷെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പല്ലിൻ്റെ ആണോ എന്തുവാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വേദന അങ്ങ് ഇളകി. എന്നിട്ട് വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ ഗുളിക കഴിക്കാൻ തുടങ്ങി. ഗുളിക എനിക്ക് ഈ തൊണ്ടയ്ക്കകത്തൊന്നും ഇങ്ങനെ ഇറങ്ങത്തില്ല.
വല്ലാത്ത വേദനയും പ്രയാസവും ഇപ്പോഴും എനിക്ക് അസ്വസ്ഥതയാണ്. ചോറുണ്ണാൻ വയ്യ, വെള്ളം കുടിക്കാൻ വയ്യ. ഈ നമ്മുടെ ആഹാരം ഉറങ്ങുന്ന ഇതുണ്ടല്ലോ, അവിടെ വല്ലാത്ത വേദന. പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ ഇത്രയും ഭാഗം, ഈ ഒരു ചെവി, കഴുത്ത്, പല്ല്, ഇത്രയും ഭാഗം, ഈ എല്ല്, ഇതിനെല്ലാം എനിക്ക് വേദനയാണ്. വേദനയെന്ന് പറഞ്ഞാൽ കിടക്കാനും ഉറങ്ങാനും ഒന്നും പറ്റാതെ എനിക്ക് വേദനയായിരുന്നു. എന്നിട്ട് രാവിലെ എനിക്ക് ഇന്ന് എന്തായാലും ജോലിക്ക് പോയേ പറ്റത്തുള്ളായിരുന്നു. വേറെയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ട് ഇന്ന് കിടക്കാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു. പിന്നെ ഞാൻ രാവിലെ കഴുകിയ ഉപ്മാവ് ഉണ്ടാക്കി, മുത്തിനോട് പറഞ്ഞു ഇതിൽ പഴം മേടിക്കാൻ. അപ്പോൾ അതൊക്കെ കഴിച്ച് വീണ്ടും ഗുളികകളൊക്കെ കഴിച്ചുകൊണ്ടാണ് പോയത്. ഒരു രക്ഷയില്ല പ്രിയങ്ങളെ, ഭയങ്കര തലവേദന, വല്ലാത്ത വയ്യാഴ്യം. പിന്നെ അപ്പോൾ പോയ വഴിക്ക് അവിടെ 9 മണിക്കും 10:30ക്കും ഇടയ്ക്കായിരുന്നു പാല് കാച്ചൽ. പാല് കാച്ചിയ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല. മോനുകുട്ടന് സ്കൂളിൽ പോകണമായിരുന്നു. ഇന്ന് ഓണപരിപാടിയായിരുന്നു. എല്ലാ വർഷവും നമ്മൾ മോനുകുട്ടൻ്റെ സ്കൂളിലെ ഓണം പ്രോഗ്രാമൊക്കെ വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇത്തവണ അത്ര വിപുലമായിട്ടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഓണപരിപാടി, അവർക്കുള്ള ഓണസദ്യയൊക്കെ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പോൾ മോനുകുട്ടനെ സ്കൂളിൽ വിടേണ്ടത് കൊണ്ട് ഞാൻ അവനെ സ്കൂളിലൊക്കെ വിട്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് അവിടുന്ന് കയറിയത്. അതിൻ്റെ വീഡിയോയാണ് ഞാൻ ആദ്യം ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോയി. അവിടെ ചെന്ന് കുറേ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടമായിരുന്നു. രാവിലെ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. പിന്നെ വൈകുന്നേരം ഒരു ഓഫീസിലൊന്നും കാരണമായിരുന്നു. പിന്നെ അതിൻ്റെ എല്ലാം ബാക്കിയായിട്ട് വൈകുന്നേരം കുറച്ച് കാര്യങ്ങൾക്ക് പോകാനുണ്ടായിരുന്നു. അവിടെ എല്ലാം പോയി തിരിച്ച് വന്നതാണ്. എനിക്ക് ഒട്ടും വയ്യെന്ന് വെച്ചാൽ എനിക്ക് അനങ്ങാൻ വയ്യ. പ്രിയങ്ങളെ, ഞാൻ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. കഷ്ണമാണ് മേടിച്ചത്. എൻ്റെ പേരേതാണ് പറഞ്ഞതാണ്. അത് കറി വയ്ക്കാൻ ആഗ്രഹമുണ്ട്. ഞാനൊന്ന് കുളിച്ചിട്ട് വന്നിട്ട് പറ്റുമെങ്കിൽ മീൻകറി വെക്കാം. ചോറിച്ചിരി ഇരിപ്പുണ്ട്. എനിക്ക് ഒട്ടും വയ്യ, തല പൊട്ടും, എനിക്ക് വയ്യ. പിന്നെ എന്താണ്, ഒത്തിരി പേരെന്നോട് കമൻറ്റിലൂടെ ഒക്കെ ചോദിച്ചായിരുന്നു തലവേദനയുടെ കാര്യമൊക്കെ പറഞ്ഞു വന്ന്. അങ്ങനെ ചോദിച്ചത് കൊണ്ട് ഞാൻ അതിൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഡോക്ടർ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പല്ലിൻ്റേതാവാനാണ് സാധ്യത. പല്ലെടുത്ത് കളഞ്ഞാൽ പ്രശ്നം മാറും, പക്ഷെ പല്ലെടുക്കാനുള്ള അനുമതിയില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാനൊന്ന് കുളിച്ചിട്ട് 10 മിനിറ്റ് കിടന്നേ പറ്റും, എനിക്ക് വയ്യ. എടുത്തു വെക്കാൻ പറ്റത്തില്ല, ചേർത്തില്ല, ചേരാത്ത എടുത്തോ. എനിക്ക് വയ്യ. വെള്ളം ഒഴിക്കാമെങ്കിൽ ഒഴിക്കും. എന്നോട് വഴക്കിടാൻ നിൽക്കണ്ട. ഇന്നലെ ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞില്ലേ തലവേദന വയ്യാന്ന്. അങ്ങനെ വന്ന് കുളിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് പ്രിയങ്ങളെ. എനിക്ക് തീരെ വയ്യായിരുന്നു. പിന്നെ ഞങ്ങൾ 8 മണിയൊക്കെ ആയപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. എനിക്ക് നെഞ്ചിനകത്തൊക്കെ അങ്ങ് വേദന, ഭയങ്കര അസ്വസ്ഥത. പിന്നെ പോയി ECG എടുത്തതാണിത്. ECGക്കകത്ത് വേരിയേഷനൊന്നുമില്ല, പക്ഷേ എനിക്ക് നെഞ്ചിനകത്ത് കുത്തിപ്പറിക്കുന്ന വേദന, പ്രത്യേകിച്ച് ഈ കഴുത്തിൻ്റെ എല്ലിനെല്ലാം വേദന. പിന്നെ അവർ ഒരു പാരസെറ്റമോൾ ഇഞ്ചക്ഷൻ എടുത്തു. ഞാൻ എപ്പോഴും പറയാറില്ല പ്രിയങ്ങളെ, നമ്മൾ RCCയിലെ ട്രീറ്റ്മെൻറ്റാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡോക്ടേഴ്സിനും ട്രീറ്റ്മെൻറ്റ് തരാൻ അവർ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. അതുകൊണ്ട് ഒരു പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ എടുത്തു. പിന്നെ അത് ഇത്രയും വലിയൊരു ഗുളിക, പെയിൻ കില്ലറാട്ടോ, ഇതും തന്നു. പക്ഷെ എനിക്ക് തീരെ വയ്യായിരുന്നു. ഞാൻ ഇപ്പോൾ സമയം 5:30 പിറ്റേന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കിടന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് എന്തോ വയ്യാഴിയായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു ഭാഗത്തെല്ലാം വേദന, ഈ എല്ലിനെല്ലാം വേദന.
എനിക്ക് ചുമയ്ക്കാൻ വയ്യ. തുമ്മിയപ്പോഴത്തേക്ക് ഞാൻ വെച്ചാൽ മരിക്കാൻ തുടങ്ങുന്നു. അതുപോലെ വേദനയായിരുന്നു. ആ വേദന അങ്ങ് കൂടിയത് കൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. അവിടെ ചെന്നുകൊണ്ട് ഈ ECG എടുത്തു. അതിനകത്ത് പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ഇങ്ങ് വന്ന് കിടന്നു. എനിക്ക് ഉറങ്ങാൻ വയ്യായിരുന്നു. ഇവർ രണ്ടുപേരും എൻ്റെ അടുക്ക വന്ന് ഇങ്ങനെ ഇരിക്കുവാണ്. എനിക്ക് വേദന കൊണ്ട് ഒട്ടും ഉറങ്ങാൻ വയ്യ. കൺപോളെ അടയ്ക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഇവിടുത്തെ വേദന. തലയ്ക്കകത്ത് വേദന ഉണ്ടെങ്കിലും എനിക്ക് ഈ വേദനയും കൂടെ ആയപ്പോൾ എനിക്ക് എല്ലാം കൂടെ എനിക്ക് ഇത്ര ഭാഗം എനിക്ക് വയ്യായിരുന്നു. എന്താണ് ആ അസ്വസ്ഥതയെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. അത്ര വയ്യായിരുന്നു. അതുകൊണ്ട് രാവിലെ എങ്ങനെയെങ്കിലും ജോലിക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചു. മോനുകുട്ടന് ഇന്ന് സ്കൂളുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് 8 മണിയൊക്കെ ഞാൻ എഴുന്നേറ്റപ്പം സന്ധ്യയ്ക്ക് അപ്പു ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വയ്യെന്ന് കണ്ടപ്പോൾ അപ്പു വണ്ടി എടുത്തുകൊണ്ട് വന്നു. അപ്പുവിൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ രാവിലെ അപ്പുവിൻ്റെ കൂടെ മുത്തും കൂടി തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ പോകണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പു തന്നെയാണ് പോകുന്നത്. അപ്പോൾ മുത്തിനെ കൂടി വിടണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിടാമെന്ന് പറഞ്ഞ് സമ്മതിച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് വയ്യ, പോകണ്ടെന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് മുത്ത് രാവിലെ അപ്പുവിൻ്റെ കൂടെ അവർ രണ്ടുപേരും കൂടി അങ്ങ് പോയി. ഞാൻ 8 മണിയായി എഴുന്നേറ്റപ്പം മോനുകുട്ടന് സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് രാവിലെ കഴിക്കാനെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ സ്കൂളിൽ പോകാൻ നേരത്ത്. പിന്നെ എഴുന്നേറ്റ് പുട്ടുണ്ടാക്കി, പഴം ഇരിപ്പുണ്ടായിരുന്നു. കുട്ടൻ കഴിച്ചു, കുളിച്ചു, അവൻ സ്കൂളിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ കയറി കിടന്നതാണ്. എനിക്ക് പോകാൻ എഴുന്നേൽക്കാൻ പറ്റാത്ത പോലെ എനിക്ക് ഈ ഒരു വേദന എനിക്ക് അറിഞ്ഞുകൂടാ എന്താ അസ്വസ്ഥതയെന്ന്. എങ്ങനെ സംഭവിച്ചതാണ് ഇവിടുത്തെ വേദനയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ എല്ലുണ്ടല്ലോ, ഈ എല്ലിനും ഈ നടുഭാഗത്തും ഭയങ്കര വേദന. എന്നിട്ട് രാത്രിയായപ്പോൾ ഇന്നലെ രാത്രി പോകാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇങ്ങോട്ടെല്ലാം വേദനയായിരുന്നു. ഇവിടെയാണ് സർജറി ചെയ്ത് ഇങ്ങോട്ടെല്ലാം കുത്തിപ്പറിക്കുന്ന പോലെ വേദന. അതിൻ്റെ കൂടെ തല അനക്കാൻ വയ്യ, ചെവിക്കകത്ത് വേദന, കഴുത്തിന് വേദന, ഒന്നും പറയണ്ട. പിന്നെ കിടപ്പ്. അതിൻ്റെ കൂടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. സ്വിച്ച് ഓഫ് അല്ല, കോള് കണക്റ്റ് ആവുന്നില്ലായിരുന്നു. അമ്മ കിടന്ന് വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല. അമ്മേനെ വന്ന് കിടന്ന് കുറേ വഴക്കൊക്കെ പറഞ്ഞു. ഞാൻ ഒരു കോള് പോലും ഇതിനകത്ത് വന്നില്ല. പിന്നെ ഈ ഫോണ് ഞാൻ ഇതെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് ഓണാക്കി കുറേ പണി ചെയ്ത് വൈകുന്നേരം ആയപ്പം അത് ഓക്കെ ആയി. അപ്പോൾ അമ്മ കോള് വിളിച്ചിട്ട് ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞ് അമ്മ ഓടിച്ചാടി ഇവിടെ വന്ന് അമ്മയ്ക്ക് വയ്യാതെ അണച്ചണച്ചാണ് വന്നത്. ഇവിടെ കിടന്ന് കുറേ വഴക്ക് പറഞ്ഞു. ഞാൻ എന്തോ ചെയ്യാൻ, കോള് വന്നില്ല. മുത്തിനെ വിളിച്ചു, കടയിൽ വരെ ഞാൻ ചെന്നോന്ന് ചോദിച്ചുകൊണ്ട് അമ്മ വിളിച്ച് ചോദിച്ചു. ഞാൻ ഇനി അവിടെ കയറാതെ അങ്ങ് പോയതാണെന്ന് ഓർത്തിട്ട്. പിന്നെ എനിക്ക് അന്നേരം ഞാൻ ഫോണൊന്നും എടുത്ത് റെഡിയാക്കാൻ എനിക്ക് വയ്യായിരുന്നു. ഉച്ച കഴിഞ്ഞൊരു 3 മണിയൊക്കെ ആയപ്പോഴാണ് ഫോൺ എടുത്ത് സ്വിച്ച് ഓഫ് ചെയ്ത് ഓണാക്കി. പിന്നെ കുറേ പണി ചെയ്ത് കഴിഞ്ഞപ്പം കോള് പോകാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞാണ് ഞാൻ സ്കൂളിൽ പോലും വിളിച്ച് പറഞ്ഞു മോൻകുട്ടിനെ ഇന്ന് ഇവിടെ ഇറക്കിയാൽ മതി, അവിടെ അമ്മ അവിടെ ഇല്ല എന്നുള്ള കാര്യം പോലും വിളിച്ച് പറയാൻ അന്നേരമാണ് ഫോൺ ഓക്കെ ആയത്. അപ്പോൾ പിന്നെ മുത്തു വന്നു. മുത്തും അമ്മയും കൂടെ വീട്ടിലോട്ട് പോയത്. അമ്മയുടെ കർട്ടനൊക്കെ കഴുകിയിട്ടിരുന്നു, അതൊക്കെ എടുത്തിടാൻ അങ്ങോട്ട് പോയി. അപ്പം ഞാൻ ഓർത്തൊന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കാം എന്ന് വിചാരിച്ചിപ്പോൾ എഴുന്നേറ്റ്. പിന്നെ ഉച്ചയ്ക്ക് അമ്മ വന്ന് ചോറ് വെച്ചു. കഴിഞ്ഞ സന്ധ്യയ്ക്ക് മീനും കൊണ്ടൊക്കെയാണ് വന്നത്. പക്ഷെ ഒന്നും എടുത്തില്ല, എല്ലാം കഴുകിയെടുത്ത് ഫ്രീസറിനകത്ത് വെച്ചു. വന്നു, കുളിച്ചു, അപ്പോഴേ കിടന്നു. ഇന്നിപ്പോൾ അമ്മ ഉച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ ചോറ് വെച്ചിട്ടില്ല, ഒന്നും ഇല്ലായിരുന്നു. ചോറ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നതൊക്കെ 2 ദിവസം ആയതുകൊണ്ട് അമ്മ അതൊക്കെ എടുത്ത് കളഞ്ഞു. ഇന്നലെ രാത്രി ഞാൻ ഒരു വകയും കഴിച്ചില്ല. എനിക്ക് ഒന്നും വയ്യായിരുന്നു. കുഞ്ഞുങ്ങളെന്തോ കഴിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അവർക്കൊന്നും എടുത്തു കൊടുക്കാനും എനിക്ക് വയ്യായിരുന്നു. അവർ കഴിച്ചോ എന്ന് ചോദിക്കാൻ പോലും എനിക്ക് വയ്യായിരുന്നു. അപ്പം അമ്മ പിന്നെ ചോറും വെച്ച് മീനെടുത്ത് കറി വെച്ചു. പിന്നെ ബീൻസ് ഇരിപ്പുണ്ടായിരുന്നത് തോരൻ വെച്ചു. ഞാൻ ഇച്ചിരി കഞ്ഞി കുടിച്ചു. ഒരു 3 മണി 3:30 ആയി കഞ്ഞി കുടിച്ചപ്പം നാരങ്ങാച്ചാറും തോരനും കൂട്ടി കഞ്ഞി കുടിച്ചു. പിന്നെ ഞാൻ വന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ പിന്നെ മുത്ത് വന്നു. അപ്പോൾ അവർ രണ്ടും കൂടെ അങ്ങോട്ട് പോയി. ഞാനൊന്ന് കുളിച്ച് വരാം. കുളിച്ചാൽ കുറച്ച് ഓക്കെ ആകുമായിരിക്കും. പിന്നെ പല്ലിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഡോക്ടറെ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡോക്ടർ അവിടുത്തെ ഡോക്ടർ എൻ്റെ പല്ല് നോക്കിയിട്ട്
ഹോസ്പിറ്റലിലെ ഓങ്കോളജി, നമ്മുടെ നാട്ടിലെ ഡോക്ടറാണ്. അവിടുത്തെ ഹോസ്പിറ്റലിലെ ഓങ്കോളജിയുടെ സംസാരിച്ചിട്ട് എന്നെ വിളിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഡോക്ടറെ ഞാൻ ഇന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് നമ്പറൊക്കെ എടുത്ത് വെച്ചേക്കുന്നു. ഡോക്ടറോട് ചോദിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. അതിൻ്റേതായിരിക്കാം ഇപ്പം ഇങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ട്. അതൊക്കെ ചെയ്ത് നോക്കാം. എനിക്ക് അറിഞ്ഞുകൂടാ, ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. പല്ലും തലയും കൂടെ ആകപ്പാടെ എനിക്ക് പണി തന്നിരിക്കും. പിന്നെ വേറെ എന്താണ്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുവാണ്. തുണികളെല്ലാം അമ്മ കഴുകിയതെല്ലാം എടുത്ത് കട്ടിലെ കൊണ്ടിട്ടേക്കൊന്നും ഒന്നും മടക്കി വെച്ചിട്ടില്ല. ഇവിടെ എല്ലാം തുണികളൊക്കെ കിടക്കും. എനിക്കതൊക്കെ കാണുമ്പം ഭ്രാന്തെടുക്കും. കുളിച്ചിട്ട് വരട്ടെ. അപ്പോൾ ഇന്നലെ അതുകൊണ്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. ഹോസ്പിറ്റലിൽ പോയതിൻ്റെ വിവരങ്ങളൊക്കെ ഒത്തിരി ആൾക്കാരും കമൻ്റ് ഇട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും വീഡിയോ കാണാഞ്ഞത് കൊണ്ട് എന്താണ് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചായിരുന്നു. ഇതൊക്കെയാണ് എടുപ്പിടിയിൽ നിന്ന് വയ്യാതായിപ്പോയി. അവർക്ക് വീട്ടിൽ ഇന്ന് അത് വിട്ടുണ്ടോ കൂടെ വന്നു. മാമി അവിടെ പെയിന്റ് എല്ലാം അടിച്ചാൽ അതെല്ലാം ആ പ്രൈമർ എല്ലാം എന്തുവാ അപ്പത്തെ അപ്പത്തെ ഏതപ്പത്തെ ഇതാണോ ചേച്ചൻ വഴക്കിട്ടാണ്? പിന്നെ ഏതാ മാമി പിന്നെ 55 വണ്ടിയുണ്ട്, അല്ല 56 വണ്ടിയുണ്ട്. പിന്നെ ഏതാ? കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരുന്നപ്പം ജാനിക്കുട്ടിയും കുഞ്ഞോനും മാമിയൊക്കെ കൂടി ഇങ്ങോട്ട് വന്നു. പിന്നെ മുത്തും മോനിക്കുട്ടിനോടെ പോയേക്കുവാണ്. ഞാൻ പറഞ്ഞില്ല, ടൗണിൽ വരെ പോയി വന്നില്ല. കഴിഞ്ഞ ദിവസം പോയിട്ട് മുടി വെട്ടിക്കാൻ പറ്റിയില്ല. ഇന്ന് പോയതാണ്, തിരക്കാന്ന് പറഞ്ഞു. ഇപ്പോൾ വരുമായിരിക്കും. ഞാൻ ഇച്ചിരി ചോറുണ്ണാൻ പോവാണ് പ്രിയങ്ങളെ. ഞാൻ പറഞ്ഞില്ല, അമ്മ ചോറും കൂട്ടാനും ഒക്കെ വെച്ചായിരുന്നു. പിന്നെ ഇപ്പോൾ വൈകിട്ട് പോയിട്ട് വന്നപ്പോൾ അവിടെ ഇരുന്ന മീൻ തോരനും രസവും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. ഇച്ചിരി ചോറുണ്ടിട്ട് ഗുളികകൾ കഴിക്കട്ടെ. ഇന്നലെ മെനഞ്ഞാന്നും ഇന്നും ഈ സന്ധ്യ ആകുമ്പോൾ ഒരു തുമ്മൽ വന്നിട്ടുണ്ടല്ലോ. നെഞ്ചങ്ങ് ഇളകി പറയുവാണ്. ആ വേദന എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. മരിക്കുന്ന പോലെ വേദന എടുക്കുവാണ് ഈ നെഞ്ചത്ത് തുമ്മി കഴിയുമ്പോൾ. ഈ എല്ലിനൊക്കെ എന്തോ ഒരു സംതിങ് റോങ്. അപ്പോൾ കഴിച്ചിട്ട് ഗുളിക കഴിക്കട്ടെ. ഇന്നും ഞാൻ ഇന്നും അത് ഇന്നലെ മെനഞ്ഞാന്നും അതേപോലായിരുന്നു വേദന. ഇന്നിപ്പോൾ ഇതുവരെയും കുഴപ്പമില്ലായിരുന്നു. ഇപ്പം അവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു തുമ്മൽ വന്നിട്ട് വേദനയും ഇളകി. ചോറുണ്ടിട്ട് മരുന്ന് കഴിക്കട്ടെ. അവർ വരുമ്പോൾ അവർ കഴിക്കട്ടെ. ഞാൻ കിടക്കാൻ പോവാണ് പ്രിയങ്ങളെ. അമ്മ എൻ്റെ ഇടയ്ക്ക് ചോറുണ്ട്. അമ്മയ്ക്ക് വിശക്കുമായിരുന്നു. ഇത് ബീൻസും ചേമ്പിൻ്റെ തണ്ട് നമ്മളന്ന് എടുത്തതിൻ്റെ ബാക്കി കുറച്ച് മെഴുക്ക് വരട്ടിക്ക് വേണ്ടി വെച്ചിരുന്നതാണ്. അതുകൂടി അമ്മ ഇതിനകത്ത് അരിഞ്ഞു കേട്ടോ. നല്ല രുചിയുണ്ട്. ഇച്ചിരി മീൻകറിയും കൂടെ എടുത്തു. ഇത് അമ്മ കൊണ്ടുവന്ന മീൻ തോരനാണ്. അപ്പോൾ എനിക്കിത് മതി. ഞാൻ കഴിക്കാൻ പോവാണ് പ്രിയങ്ങളെ. എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം. എല്ലാം മാറി ഉഷാറായിട്ട് പെട്ടെന്ന് വരാം. എൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന കൂടെ വേണം. വീഡിയോ കാണണം. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണം. എല്ലാവരോടും ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. നാളെ കാണാം കേട്ടോ. ടാറ്റാ, ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.